ഹേ ദർ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് ലോജിക്സ്. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് നോക്കാം. ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആണ്. അപ്പോൾ നിഫ്റ്റിയും സെൻസെക്സും റിലേറ്റഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ട്രേഡുകൾ എങ്ങനെ പ്ലാൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്നലത്തെ ഈ ഒരു ട്രെൻഡ് ലൈന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് 15 മിനിറ്റ് ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്കിംഗ് നമുക്ക് ശ്രദ്ധിക്കാം. മാർക്കറ്റ് ചെറിയൊരു ഡൗണിലോട്ട് വരികയാണ് US മാർക്കറ്റ്. സോ നെഗറ്റീവ് ഇമ്പാക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇത് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ 23,600 നമുക്ക് 23,700 റേഞ്ചിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് നിഫ്റ്റിയിലുണ്ട്. അതുപോലെ തന്നെ വേറെ ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, വേണ്ടോ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഒരു ട്രയാങ്കുലർ പാറ്റേൺ ഫോർമേഷനാണ് നിഫ്റ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് 15 മിനിറ്റ് ചാർട്ടിൽ. അപ്പോൾ ഈ ട്രയാങ്കുലർ പാറ്റേണിൻ്റെ താഴോട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഫാൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഹെവി സപ്പോർട്ട് വരുന്നത് 23,400 റേഞ്ചിലോട്ടാണ്. 23,440 റേഞ്ചിലൊക്കെ ആയിട്ടേക്കും അടുത്ത സപ്പോർട്ട് വരിക. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യുക. പ്രീമിയത്തിൻ്റെ കാര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ PE സൈഡിൽ പ്രീമിയം ഉണ്ട്. അതായത് അപ്പ് സൈഡിലോട്ടുള്ള പ്രീമിയം നല്ല രീതിക്ക് കുറവായതുകൊണ്ട് അപ്പ് സൈഡിലോട്ടുള്ള പോക്ക് ചാൻസ് നല്ല രീതിക്ക് ഉണ്ട്. സെല്ലേഴ്സിന് മണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അത് നിഫ്റ്റിയുടെ കാര്യം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ 15 മിനിറ്റിൽ ഒരു ബോക്സ് പാറ്റേൺ ഫോർമേഷൻ കഴിഞ്ഞു ബ്രോക്കായി അപ്പ് സൈഡോടും ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാലും ആ ഒരു റേഞ്ച് നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടായിട്ട് കാണാം നമുക്ക്. അതായത് ഈ ഒരു 51,850 ലെവല് നല്ല രീതിക്ക് അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമുക്ക് ഇത് ബ്രീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രീവിയസ് ഡേ ഹൈയിലോട്ട് ബാങ്ക് നിഫ്റ്റി, അതായത് 52 റേഞ്ചിലോട്ട് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് പ്രീവിയസ് ഡേ ഹൈ ഒന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ 51,957 റേഞ്ചിലോട്ട് മാർക്കറ്റ് അപ്പ് സൈഡ് പോകാനായിട്ടുള്ള ചാൻസ് ഹൈ ആണ്. അപ്പോൾ അതേ സ്ഥാനത്ത് നമുക്ക് മാർക്കറ്റ് റിജക്ഷൻ തരികയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഈ ബോക്സ് പാറ്റേണിൻ്റെ ചുവടെയുള്ള ഈ ഒരു റേഞ്ച്, അതായത് 51,508 ലെവല് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവല് ഹെവി സപ്പോർട്ട് വരുന്നത് 51,250 റേഞ്ചിലോട്ടാണ്. അപ്പോൾ ഈ റേഞ്ചിലോട്ട് ഈസി ആയിട്ട് എത്താനായിട്ട് മാർക്കറ്റിന് സാധിക്കും. അപ്പോൾ അതിൻ്റെ പ്രീമിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും പുട്ട് സൈഡ് പ്രീമിയം റൈസാണ്. അപ്പോൾ മാർക്കറ്റ് ഇനിയും കുറച്ച് ദിവസം ഉണ്ട്. അവിടെ നമുക്ക് എക്സ്പയറി നടക്കാനായിട്ട് 26 വരെ ഉണ്ട്. നമുക്ക് ഇന്ന് 21 ആയിട്ടേ ഉള്ളൂ. നമുക്ക് അടുത്ത ബുധനാഴ്ച വരെ ടൈമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് മാർക്കറ്റിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാകും. സോ മാർക്കറ്റ് ഇന്നത്തെ എക്സ്പയറി നടക്കുന്നത് സെൻസെക്സിലാണ്. സെൻസെക്സിൽ എന്ത് നടക്കുമെന്ന് നോക്കാം. സെൻസെക്സിലും ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ ഫോർമേഷൻ്റെ മുകളിലോട്ട് ട്രയാങ്കുലർ പാറ്റേൺ തന്നെയാണ്. പിന്നെ എക്സാക്ട്ലി നിഫ്റ്റി നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ സെൻസെക്സിന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ നിഫ്റ്റി ചാർട്ട് വെച്ചിട്ട് നമുക്ക് സെൻസെക്സ് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈവൻ സിംഗിൾ ക്വാണ്ടിറ്റിയിലോ അങ്ങനെ ഏറ്റവും മിനിമൽ ക്വാണ്ടിറ്റിയിലോ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ആ കാര്യങ്ങളിലോട്ടൊന്ന് കടക്കാം. നമുക്ക് ഓപ്ഷൻ ചെയിൻ്റെ കാര്യം അനുസരിച്ച് അടുത്ത മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് മാർക്കറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ 51,600 റേഞ്ചിൽ 51,500 റേഞ്ചിൽ ഒരു സപ്പോർട്ടുണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് വരുമ്പോൾ 5200 നല്ലൊരു റെസിസ്റ്റൻസ് കിടപ്പുണ്ട്. കണ്ടായിരുന്നോ? ഇത്രയും പേര് അവിടെ സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആ റേഞ്ച് ക്രോസ് ആകില്ല എന്ന് പ്ലാൻ ചെയ്തിട്ട് 52,000 കണ്ടോ. അപ്പം ഏറ്റവും സപ്പോർട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5100 ക്രോസ് ആകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സപ്പോർട്ട് ഹെവി ആയിട്ട് ഫോമായി വരുന്നുണ്ട്. 51,000 അത് ക്രോസ് ആകത്തില്ല എന്ന് പറഞ്ഞ് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് നടക്കുന്നുണ്ട്. സെല്ലേഴ്സിൻ്റെ പൊസിഷൻസ് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ എത്രത്തോളം ഹോൾഡിങ് നടക്കുന്നുണ്ട്, എവിടെയാണ് ഏറ്റവും കൂടുതൽ മേജറായിട്ട് ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷൻ ചെയിൻ്റെ ഓപ്ഷൻ കൂടെ നമുക്കൊന്ന് പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് നിഫ്റ്റിയിലോട്ട് പോവാം. നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള
സപ്പോർട്ട് വന്നിട്ട് 23,500 റേഞ്ചിലാണ് ഇമ്മീഡിയറ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ റേഞ്ച് 23,500 റേഞ്ച് 550 റേഞ്ചിലും ഹെവി ആയിട്ടുള്ള ക്വാണ്ടിറ്റി വോളിയത്തിൽ നമുക്ക് സപ്പോർട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് നമുക്ക് നോക്കുമ്പോഴേക്കും 22,600 റേഞ്ചിൽ നല്ല റെസിസ്റ്റൻസും ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ട്രയാങ്കിൾ പാറ്റേൺ ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതായത് അപ്പ് സൈഡ് പോകാനും ഡൗൺ സൈഡ് പോകാനും ചാൻസസ് ആർ ലോ ആണെന്നാണ് ഈ ഒരു ഡേറ്റ വെച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്കേജ് നടന്നു കഴിഞ്ഞാൽ ആ സൈഡിലായിട്ടുള്ള നമുക്ക്, അതായത് അപ്പ് സൈഡ് പോകുമെന്ന് വിചാരിച്ച് ഡൗൺ സൈഡ് പോകുമെന്ന് വിചാരിച്ച് നമുക്ക് ഇത് ബ്രേക്കായെന്ന് വിചാരിക്കുക. നമുക്ക് 23,500 റേഞ്ച് ബ്രോക്കായെന്ന് വിചാരിക്കുമ്പോഴേക്കും ഇത്രയും ആൾക്കാർ അത് കവറപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അത് കൂടുതൽ ഇമ്പാക്റ്റ് മാർക്കറ്റിന് കൊടുക്കും. അങ്ങനെ ഹെവി ആയിട്ട് ഫാൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അടുത്ത് ഇനി നമുക്ക് സെൻസെക്സിലോട്ട് ഉള്ള നോക്കാം. സെൻസെക്സിൽ ഏറ്റവും സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 77,500 റേഞ്ചാണ് ഏറ്റവും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സപ്പോർട്ട് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 77 ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിടക്കുന്നത്. അപ്പോൾ റേഞ്ചുകളൊക്കെ ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യുക്തമായിട്ടുള്ള ട്രേഡ് എടുക്കുക. മിനിമൽ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ നോക്കുക. സ്ട്രിക്റ്റ് ആയിട്ട് SL കീപ്പ് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.